എൽഡിഎഫിനും യുഡിഎഫിനും ഒരുപോലെ വേരോട്ടമുള്ള മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി. മലയോര കർഷകരുടെ പ്രശ്നങ്ങളും സാമുദായിക സമവാക്യങ്ങളും മണ്ഡലത്തിൽ നിർണായകമാണ്. മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് എംഎൽഎ ലിൻഡോ ജോസഫ് എൽഡിഎഫിനായി കളത്തിലിറങ്ങുമ്പോൾ തിരികെ പിടിക്കാൻ യുഡിഎഫ് രംഗത്തിറക്കിയിരിക്കുന്നത് ലീഗ് നേതാവ് CK കാസിമിനെയാണ്. 1977 നിലവിൽ വന്ന മണ്ഡലത്തിൽ 1987 വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു വിജയിച്ചത്. 1991 തിരുവമ്പാടിയിൽ ആദ്യമായി മുസ്ലിം ലീഗ് വിജയിച്ചു. 2006 മത്തായി ചാക്കോ ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നതുവരെ മണ്ഡലം ലീഗിന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. മത്തായി ചാക്കോയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് എം തോമസ് മണ്ഡലം നിലനിർത്തിയെങ്കിലും 2011 C മോയിൻകുട്ടിയിലൂടെ ലീഗ് മണ്ഡലം തിരിച്ചുപിടിച്ചു. എന്നാൽ 2016 ജോർജ് എം തോമസിലൂടെയും 2021 ലിൻഡോ ജോസഫിലൂടെയും LDF മണ്ഡലം നിലനിർത്തി. UDFന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും സാമുദായിക സമവാക്യങ്ങളാണ് ഇടതുമുന്നണിയെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന്. LDFൽ സ്ഥിരമായി CPIM-ഉം UDFൽ മുസ്ലിം ലീഗും മത്സരിച്ചു വരുന്ന മണ്ഡലത്തിൽ ഇത്തവണ സിറ്റിംഗ് MLA ആയ ലിൻഡോ ജോസഫ് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി മത്സര രംഗത്തുള്ളത്. കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാനുള്ള ദൗത്യം ശക്തനായ ലീഗ് നേതാവ് CK കാസിമിനും. സണ്ണി ജോസഫാണ് തിരുവമ്പാടിയിലെ NDA സ്ഥാനാർത്ഥി. NDA വോട്ടുകളും ഇത്തവണ മണ്ഡലത്തിൽ നിർണായകമാകും. മണ്ഡലത്തിൽ ജനകീയനാണ് സിറ്റിംഗ് MLA-യും LDF സ്ഥാനാർത്ഥിയുമായ ലിൻഡോ ജോസഫ്. വയനാട് തുരങ്കപാത, മലയോര ഹൈവേ റീച്ചുകളുടെ പൂർത്തീകരണം എന്നിങ്ങനെയുള്ള വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് ഇടത് ക്യാമ്പ് തുടർച്ചയ്ക്കായി വോട്ട് തേടുന്നത്. നൂറ് ശതമാനം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത്രമാത്രമുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ഓരോ മനുഷ്യ ജീവിതത്തെയും ബാധിക്കുന്ന, അവർ നേരിട്ട് അവരനുഭവിച്ചറിയുന്ന, തൊട്ടറിയുന്ന വികസന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി മലയോര മേഖലയിലെ ജനങ്ങൾ നോക്കിക്കണ്ട വികസന പ്രവർത്തനങ്ങൾ, തുരങ്കപാതയും മലയോര ഹൈവേയും ഒക്കെ യാഥാർത്ഥ്യമാക്കിയ ഈ ഗവൺമെന്റിനോട് അവർ നന്ദി കാണിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിപ്പിക്കുകയും ചെയ്യും. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതും CK കാസിമിനുള്ള പ്രാദേശിക പിൻബലവും വിജയത്തിന് കാരണമാകുമെന്നതാണ് UDF പ്രതീക്ഷ. ജനങ്ങളൊരു മാറ്റം അനിവാര്യമാണെന്ന് പറയുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ തന്നെ സ്വന്തം നിലയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അത്രയത്തെയും സ്വീകാര്യതയോടു കൂടിയാണ് ഏറ്റെടുക്കുന്നത്. ഇത് എനിക്ക് അർഹതപ്പെട്ടതാണ്, നിങ്ങളിത് വരണം, നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഗുണമുണ്ടാവും. ഈ ഒരു ആംഗിളിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സർക്കാരിനെ കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ ജീവിത നിലവാരം ഉയർന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഇന്ന ഗുണമുണ്ടായി എന്ന് പറയുന്ന ഒരാൾ പറയാൻ കഴിയും? കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അത് പരിഗണിച്ച്, അവരെ ഗ്രാഹം പരിഗണിക്കുമ്പോൾ ഈ സർക്കാരിന് കൊടുക്കാവുന്ന മാർക്ക് 0 മാത്രം. മുൻ തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ NDAക്ക് സാധിച്ചിരുന്നില്ല. ഇത്തവണ മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന ദൗത്യം 2020 പാർട്ടിക്കാണ്. തീർച്ചയായിട്ടും നമ്മൾ തിരുവമ്പാടിയുടെ ഒരു വലിയ വികസനം കൊണ്ടുവരണം. എന്തു പറഞ്ഞാലും വർഗീയത, എന്തു പറഞ്ഞാലും ചേരിതിരിവ്, ഈ ചേരിതിരിവ് ഒരിക്കലും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ല. ഇനി മാറ്റം കൊണ്ടുവരാതെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസനത്തിന്റെ മാറ്റം ഒരു കാരണവശാലും കൊണ്ടുവരരുതെന്നുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിനെതിരായിട്ട് കേരളം ഉണരും. 140 നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്പം ഞങ്ങൾ ഇലക്ഷൻ നേരിടുന്നത്. കാരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തിരുവമ്പാടിയുടെ പ്രദേശത്താണെങ്കിൽ പോലും ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ കാർഷിക മേഖല മുഴുവൻ തീരുമാനിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും NDA വരണം, ഇവിടെ വികസനം വേണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CP ചെറിയ മുഹമ്മദിനെതിരെ 4643 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ലിൻഡോ ജോസഫിന്റെ വിജയം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ വൻ മേൽക്കൈ നേടാൻ സാധിച്ചത് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് 46,556 വോട്ടിന്റെയും ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 50,298 വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് മണ്ഡലം UDFന് നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുക്കം മുനിസിപ്പാലിറ്റിയും കാരശ്ശേരി പഞ്ചായത്തും LDFനൊപ്പം നിന്നപ്പോൾ കൂടരഞ്ഞി, കൊടിയത്തൂർ, തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകളിൽ UDF വൻ മുന്നേറ്റമുണ്ടാക്കി. മലയോര മേഖലയിലെ കാർഷിക പ്രശ്നങ്ങളും കുടിയേറ്റക്കാരുടെ ആശങ്കകളും മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. വന്യജീവി ശല്യം, ബഫർ സോൺ പ്രശ്നങ്ങൾ തുടങ്ങിയവ മലയോര മേഖലയിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളാണ്. വികസനവും അതിജീവനവും ചർച്ചയാകുന്ന മണ്ഡലത്തിൽ ഇത്തവണയും മത്സരം തീപാറും. നിതീഷിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.